ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വർക്കൗട്ടുകൾ ചെയ്തിട്ട് നമ്മുടെ ഈ ബാക്ക് പെയിന് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ആൾക്കാർക്കൊക്കെ ഈ ബാക്ക് പെയിന് ഉള്ളൊരവസ്ഥയുണ്ട്. ബാക്ക് പെയിന് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അപ്പം നമ്മുടെ ഈ ബാക്ക് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലോവർ പെയിൻ മാത്രമല്ല, നമ്മുടെ ഈ മുതുകിൻ്റെ മേൾഭാഗം, അതിനൊക്കെ തന്നെ മിഡിൽ ഭാഗം, അതിനൊക്കെ തന്നെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോവർ ബാക്കിൻ്റെ പെയിനാണ്. അപ്പം ഈ മൂന്ന് ഇതിനുമുള്ള ഒരു കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഈ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരുന്നത് വെച്ചാൽ ഞാനൊരു ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഞാൻ കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാളിന് മുമ്പ് ഈ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്കും ഇടയ്ക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെയുള്ള കുറച്ച് വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ തന്നെ ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫോളോ ചെയ്ത സമയത്ത് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ഈ ബാക്ക് പെയിൻ എനിക്ക് നല്ല രീതിയിൽ മാറി കിട്ടി. നല്ല വർക്കൗട്ടുകളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിപ്പം ബാക്ക് പെയിനായിട്ടൊരു ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരും നമുക്ക് നിർദ്ദേശിക്കുന്നത് കുറച്ച് നല്ല വ്യായാമങ്ങളാണ് അവരും നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് സിമ്പിളുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബാക്ക് പെയിൻ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അത് 100% ഉറപ്പാണ് ഫ്രണ്ട്സ്. ഓക്കെ, അത് കാരണം എനിക്ക് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ബാക്ക് പെയിൻ ഉള്ളവരൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നല്ല ഇങ്ങനെയുള്ള ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള അറിവുകളാണ് എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട്, അപ്പം നമുക്ക് സമയം ഞാൻ ഒരുപാട് കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കാലിലും ഒരു 10 പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഈ ലോവർ ബാക്കിനും അപ്പർ ബാക്കിനും മിഡിൽ ബാക്കിനും ഒക്കെ നല്ല രീതിയിലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്ന നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത സെക്കൻഡ് വർക്കൗട്ട്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 10 പ്രാവശ്യമാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ വളരെ സാവധാനം ചെയ്താൽ മതി. എന്നുവെച്ചാൽ മേളിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം 1 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം സാവധാനം താപ്പോട്ട് കൊണ്ടുപോവുക. വളരെ നല്ല വർക്കൗട്ടുകളാണ്. ഓക്കെ, അടുത്തായിട്ട് മൂന്നാമത്തെ വർക്കൗട്ട്.
അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ട്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ, ലോവർ ബാക്കൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനൊക്കെ നല്ല സൂപ്പർ വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ ഒരു കാല് നിങ്ങൾ 10 reps വെച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. ഓക്കെ, ഇങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പം ഇതാണ് നാലാമത്തെ വർക്കൗട്ട്. ഓക്കെ, അപ്പം അടുത്തായിട്ട് അഞ്ചാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. ഇങ്ങനെ കിടക്കുക. ഇതാണ് അടുത്ത വർക്കൗട്ട്. അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാല് നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, സ്ട്രൈറ്റ് ആയിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാലിന് 10 reps വെച്ചാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ ഈ വർക്കൗട്ടുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാവും. നിങ്ങളുടെ ബാക്ക് പെയിന് നല്ല റിലീഫ് നിങ്ങൾക്കുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.